കുറഞ്ഞ അളവിൽ തേജസ്സുള്ളപ്പോൾ ഒരുപക്ഷെ ഉപദ്രവിക്കപ്പെടാം, ഞെരുക്കങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ തേജസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിലെല്ലാത്തിലും ജയമെടുക്കുവാൻ ഒരു ദൈവ പൈതലിന് കഴിയും. ദാനിയേലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. തേജസ് അല്പം കൂടെ കൂടുതലുള്ള ഒരു ദൈവ പുരുഷനാണ്. ദാനിയേലിൻ്റെ പ്രത്യേകത, ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുവാൻ ഡെഡിക്കേറ്റ് ചെയ്തൊരു മനുഷ്യനാണ്. നിയമം പ്രതികൂലമാണെങ്കിൽ പോലും അതിനെ വകവയ്ക്കാതെ വണ്ണം ദൈവത്തിനായി സമയം ചെലവഴിക്കുവാൻ സമർപ്പിക്കപ്പെട്ടൊരു മനുഷ്യനാണ് ദാനിയേൽ. ദാനിയേലിൽ തേജസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് ദാനിയേലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി, വിചാരണ ചെയ്തു, ശിക്ഷയ്ക്ക് വിധിച്ചു. സിംഹത്തിൻ്റെ കൂട്ടിൽ ഇട്ടപ്പോൾ ദൈവം സിംഹത്തിൻ്റെ വായടയ്ക്കുവാൻ ദൂതനെ ഇറക്കി നൽകി. ഹല്ലേലൂയ. അപ്പോൾ തേജസ് കുറഞ്ഞവർ ഉപദ്രവിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, ഞെരുങ്ങി കഷ്ടതകൾ അനുഭവിച്ചു. തേജസ് അല്പം കൂടെ വർദ്ധിച്ചപ്പോൾ ദൂതൻ ഇറങ്ങി വരുന്നുണ്ട് സഹായത്തിനായി. അപ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ സഹായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കണം. ആമേൻ. ഇപ്പോൾ നാം വായിച്ച വചനം അതാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ വലിയൊരു തേജസ് നമ്മിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം അനുവദിച്ചിരിക്കുന്നു. നമ്മളത് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ആ തേജസ് എങ്ങനെ വർദ്ധിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഞാനിന്ന് സംസാരിക്കുവാൻ ശ്രമിക്കും. അടുത്ത് ദാനിയേലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏലിയാവിനെ കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞ ഞായറാഴ്ച. ഏലിയാവിൽ ദാനിയേലിലുള്ളതിനേക്കാൾ അധികം തേജസ് ഉണ്ടായിരുന്നു. ദാനിയേലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി, വിചാരണ നടത്താൻ പറ്റി, ശിക്ഷ വിധിക്കാൻ പറ്റി. പക്ഷേ ഏലിയാവിനെ അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അറസ്റ്റ് ചെയ്യാൻ വരുന്നവരുടെ മേൽ സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടാകുകയാണ്. അതാണ് ഏലിയാവ് എന്ന ദൈവ മനുഷ്യന്റെ പ്രത്യേകത. കാരണം എന്താണ്? ദാനിയേലിൽ ഉള്ളതിനേക്കാൾ അധികം തേജസ് ഏലിയാവിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും ഏലിയാവിനോട് അടുക്കുവാനോ ഏലിയാവിനെ ഞെരുക്കുവാനോ ഏലിയാവിൻ്റെ മേൽ ജയമെടുക്കുവാനോ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഈ രഹസ്യം ദൈവത്തിൻ്റെ ജനം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ സഹായങ്ങൾ, സ്വർഗീയമായ സഹായങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. തേജസ്സിൽ കുറഞ്ഞിരുന്നാൽ ഉപദ്രവങ്ങളുണ്ടാകും, കഷ്ടതകളുണ്ടാകും, പീഡനങ്ങളുണ്ടാകും, ഞെരുക്കങ്ങളുണ്ടാകും, പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ ജീവിതത്തിലുണ്ടാകും. തേജസ് വർദ്ധിക്കും തോറും അവിടെയെല്ലാം സഹായങ്ങൾ ലഭിക്കും, നീക്കുപോക്കുകൾ ലഭിക്കും, പരിഹാരങ്ങൾ ഉണ്ടാകും, സൊല്യൂഷൻസ് ഉണ്ടാകും. ഉദാഹരണത്തിന് ദാനിയേലിൻ്റെ ജീവിതം, ദൂതൻ ഇറങ്ങി വന്ന് ഒരു സഹായത്തെ കൊടുക്കുകയാണ്. വീണ്ടും അതിനേക്കാൾ ഉപരി തേജസ് വർദ്ധിക്കുമ്പോൾ ഏലിയാവിനെ പോലെ എല്ലാ പ്രതികൂലങ്ങളെയും ജയിച്ചു നിൽക്കുവാനുള്ളൊരു ഒരു അവസരം ലഭിക്കും. അതാണ് നാം കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചത്. ഈ ഏത് ലെവലിൽ വേണമെങ്കിലും ദൈവ മക്കൾക്ക് വളർന്നു വരാം. ഹല്ലേലൂയ. നമ്മിൽ അധികം തേജസ് വെളിപ്പെടണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ തേജസ് ഉള്ളവരാണ്. എന്നാൽ ഏത് അളവിലുണ്ട്? അല്പമാണോ? വീണ്ടും അധികമുണ്ടോ? വീണ്ടും അധികമുണ്ടോ? അധികം അളവിൽ നമ്മിൽ വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തേജസ് നമ്മിൽ വരണമെങ്കിൽ നമ്മൾ അതിനായി ഒരുങ്ങണം. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് വരില്ല. ലോകപരമായി ജീവിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് വരില്ല. ദൈവവുമായി ഒരു കണക്ഷനുമില്ലാതെ ജീവിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് വരില്ല. ദൈവത്തിൻ്റെ തേജസ് ആരുടെ മേൽ വരും? സ്വയം വചനപ്രകാരം ഒരുങ്ങുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് വരും. ഹല്ലേലൂയ. ഇന്ന് നാം കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ തേജസ് ഉണ്ടാകും. ഈ വചനം ചിന്തിക്കുമ്പോൾ തന്നെ നമ്മിലൊരു ആഗ്രഹം ഉണ്ടാകട്ടെ, എന്നിൽ
ദൈവത്തിൻ്റെ തേജസ് ഇനിയും അധികം എനിക്ക് വേണമെന്നൊരാഗ്രഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ്, ഗ്ലോറി ഓഫ് ഗോഡ്, അത് നമുക്ക് തരുവാൻ കർത്താവ് വെച്ചിട്ടുണ്ട്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ഒരു യാഗമായി മാറിയത് തന്നെ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ തേജസ്സിനാൽ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ ശരീരത്തെ തകർത്തത്, രക്തം ചിന്തിയത്, ആ നമ്മുടെ ബലഹീനതകളിൽ നമ്മെ പുറത്തു കൊണ്ടുവന്ന് നമുക്കൊരു ജയത്തെ തരുവാൻ വേണ്ടിയിട്ടാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ നമ്മുടെ മുന്നിൽ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ തേജസ് നമുക്ക് വേണം. ഇന്ന് നാം കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു, കർത്താവിനെ ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്നു. സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കും, ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കും. കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഈ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കും. നമ്മൾ ഈ ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കും. വചനം വായിക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ തേജസ് ഉണ്ടാകും. അങ്ങനെ ആഗ്രഹത്തോടുകൂടെ ചെയ്യുന്നവർക്ക്, വെറുതെ വായിക്കുന്നവർക്കൊന്നും കിട്ടില്ല. ഈ കാര്യങ്ങൾ ഗ്രഹിക്കാതെ ചെയ്യുന്നവർക്കൊന്നും കിട്ടില്ല. പക്ഷേ അതിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിച്ച്, അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ച് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ. തേജസ് കുറഞ്ഞിരിക്കുമ്പോൾ രോഗങ്ങൾ നമ്മെ അടിമപ്പെടുത്തിയേക്കും. എന്നാൽ തേജസ് വർദ്ധിച്ചാൽ രോഗത്തെ പോലും ജയിക്കുവാൻ കഴിയും. തേജസ് കുറഞ്ഞിരിക്കുമ്പോൾ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ നമ്മെ ഞെരുക്കിയേക്കാം, തോൽപ്പിച്ചേക്കാം, തകർത്തേക്കാം. എന്നാൽ തേജസ് വർദ്ധിക്കുമ്പോൾ അതിനെ നമുക്ക് ജയിക്കുവാൻ, അല്ലെങ്കിൽ ആ ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ നമ്മുടെ മേൽ ബാധിക്കാതെ വണ്ണം ജയിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഏലിയാവിനെ നോക്കൂ, തേജസ് വർദ്ധിച്ചപ്പോൾ ശത്രുക്കൾക്ക് ഏലിയാവിനെ തൊടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, മരണത്തിന് പോലും ഏലിയാവിനെ തൊടുവാൻ കഴിഞ്ഞില്ല. മരണം കാണാതെ എടുക്കപ്പെടുന്ന ഒരു അനുഭവം ഏലിയാവെന്ന ദൈവ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായി. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിൽ കാണുന്ന കാര്യങ്ങളെ നമ്മൾ വിശ്വാസത്തോടുകൂടെ ഏറ്റെടുത്താൽ അതിൻ്റെ അംശങ്ങളെ നമുക്കും സ്വന്തമാക്കുവാൻ കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ. ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നത്, ക്രൂശിൽ യാഗമായി മാറിയത് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശാരീരികമായ അവസ്ഥ, നമ്മുടെ മാനസികമായ അവസ്ഥ, നമ്മുടെ ആത്മീകമായ അവസ്ഥ, നമ്മുടെ സാമൂഹിക അന്തരീക്ഷം, എല്ലാറ്റിലും ഒരു മാറ്റത്തെ തരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തെ തകർത്തത്. ആരെല്ലാം വിശ്വസിച്ച് ആ വചനങ്ങളെ ഏറ്റെടുക്കുന്നുവോ അവർക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. വിശ്വാസത്താൽ യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക്, വിശ്വാസത്താൽ ആ വചനങ്ങളെ കൈക്കൊള്ളുന്നവർക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകും, ആരോഗ്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഏരിയാസിലും ദൈവികമായ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. വിശ്വസിപ്പിൻ, നമുക്ക് ആ മാറ്റങ്ങൾ വേണം. തേജസ് വേണം, കൃപ വേണം, ദൈവത്തിൻ്റെ ശക്തി വേണം. കർത്താവ് ഉയർത്തുന്നതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിക്കുവോളം യെരുശലേമിൽ കാത്തിരിപ്പിൻ. ദൈവജനത്തിന് എന്ത് വേണം? ശക്തി വേണം. എന്ത് ശക്തി? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. എന്തു ശക്തി? ബുദ്ധിയിൽ കിട്ടുന്ന ഒരു മെന്റൽ പവർ അല്ല, മസിൽ പവർ അല്ല, ഫിനാൻസിൻ്റെ പവർ അല്ല, സോഷ്യൽ പവർ അല്ല. ഒരു സ്പിരിച്വൽ പവർ നമുക്ക് വേണമെന്ന് കർത്താവിന് അറിയാം. ഹല്ലേലൂയ. ഇന്ന് നാം കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ഒരു സ്പിരിച്വൽ പവർ നമ്മുടെ ഉള്ളിൽ കർത്താവ് പകരുന്നുണ്ട്. വചനത്തിൽ നിന്നും നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ നാം കൂടി വരുമ്പോൾ, കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ഒരാത്മീകമായ ശക്തി, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ കർത്താവ് പകരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ശക്തിയിലും ഈ തേജസ്സിലും അധികം വർദ്ധിച്ചു വരണം എന്നൊരു ലക്ഷ്യമുണ്ടാകട്ടെ. ഈ ശക്തി പോരാ, ഈ തേജസ് പോരാ, ഇതിലധികം തേജസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാം. ഇപ്പോൾ നമ്മുടെ ഇടയിൽ വെളിപ്പെടുന്ന തേജസ്സിൽ
പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. രോഗങ്ങൾ സൗഖ്യമാകുന്നു, ശാപങ്ങൾ മാറുന്നു, പൈശാചികമായ ബന്ധനങ്ങൾ തകരുന്നു, ചില അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴുള്ള തേജസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നാൽ ഇനിയും തേജസ് വർദ്ധിക്കുമ്പോൾ ഇതിലധികം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. സ്തുതിക്കുമ്പോൾ തേജസ് വർദ്ധിക്കും, ആരാധിക്കുമ്പോൾ തേജസ് വർദ്ധിക്കും. കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ തേജസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ഹല്ലേലൂയ. അപ്പോൾ തേജസ് വർദ്ധിക്കണം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നോക്കിക്കേ, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വലിയൊരു തേജസ് നമ്മിൽ വെളിപ്പെടുവാനുണ്ട്. അത് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കഷ്ടത്തിലൊന്നും കാര്യമില്ല. ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോഴുള്ള പ്രയാസങ്ങൾ, ഇപ്പോഴുള്ള ഞെരുക്കങ്ങൾ, ഇപ്പോഴുള്ള വേദനകൾ, ഇതിനെ ഞാൻ കാര്യമാക്കുന്നേയില്ല. ഹല്ലേലൂയ. ആ തേജസ്സിനെ കുറിച്ച് വിചാരിക്കുവിൻ. ദൈവപുത്രന്മാരായി, മഹത്വമുള്ള ദൈവപുത്രന്മാരായി നമ്മെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതേ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ ആരാണ്, 15-ാം വാക്യം ഒന്ന് വായിക്കാം. നമ്മൾ ആരാണെന്ന് അവിടെ കാണാം. ദൈവത്തിന്റെ മക്കൾ ആരാണ്? அந்தபடி திரும்பவும் பயப்படுகிறதற்கு நீங்கள் அடிமைத்தனத்தின் ஆவியை பெறாமல் அப்பா பிதாவே என்று கூப்பிட பண்ணுகிற புத்திர ஸ்வீகாரத்தின் ആവിയെ പെറ്റീர்கள். നോക്കിക്കേ, നമ്മുടെ മേൽ ഒരു ആത്മാവിനെ ദൈവം പകർന്നിരിക്കുന്നു. എന്താത്മാവിനെ പകർന്നിരിക്കുന്നു? ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഓക്കെ, ദാസനല്ല, അടിമയല്ല, പുത്രനാണ്. ഏതാത്മാവിനെ പകർന്നിരിക്കുന്നു? പുത്രത്വത്തിന്റെ ആത്മാവിനെ, ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്. പുത്രത്വത്തിന്റെ ആത്മാവിനെ കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. അപ്പോൾ ഇനി ഞാനൊരു അടിമയാണ്, പുഴുവാണ്, കീടമാണ് എന്ന് പറയരുത്. പകരം പറയണം, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ഐ ആം ദ സൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇനി ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയരുത്. പകരം എങ്ങനെ പറയണം? ദൈവത്തിന്റെ പുത്രൻ. എല്ലാവരും പറഞ്ഞ് ദൈവപുത്രൻ, സൺ ഓഫ് ഗോഡ്. ദൈവദാസനല്ല, ദൈവപുത്രൻ, അല്ലെങ്കിൽ മാൻ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ വുമൺ ഓഫ് ഗോഡ്, സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ. നമ്മെ ദൈവപുത്രന്മാരാക്കി കർത്താവ് മാറ്റിയിരിക്കുകയാണ്. പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ ആ ആത്മാവിനാൽ ദൈവത്തിന്റെ തേജസ് നമ്മിൽ വർദ്ധിക്കും. ആ ആത്മാവിനാൽ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വർദ്ധിക്കും. ആ ആത്മാവിനാൽ ദൈവത്തിന്റെ കൃപ നമ്മിൽ വർദ്ധിക്കും. ദൈവികമായ അനേക അംശങ്ങൾ അതേ ആത്മാവിനാൽ നമ്മിൽ വർദ്ധിക്കും. അത് വർദ്ധിപ്പിക്കുവാനുള്ളൊരു ജോലിയാണ് നമ്മുടെ ജോലി. അത് വർദ്ധിക്കുവാനൊരു ലക്ഷ്യമാണ് കർത്താവ് നമ്മിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദൈവമക്കളുടെ ഉള്ളിലും ഒരു ലക്ഷ്യമുണ്ട്. ആ ശക്തി, ദൈവത്തിന്റെ ശക്തി എന്നിൽ വർദ്ധിക്കണം. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ. നമ്മൾ ശക്തിപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മസിൽ പവറിലല്ല, മറ്റ് ലോകപരമായ ശക്തിയിലല്ല, സ്പിരിച്വൽ പവറിൽ, ഹോളി സ്പിരിറ്റിന്റെ പവറിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ശക്തിപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ. ശക്തി നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ പലതിനെയും നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും. രോഗത്തെ ജയിക്കാം, പൈശാചികമായ പോരാട്ടങ്ങളെ ജയിക്കാം, മന്ത്രതന്ത്രങ്ങളെ ജയിക്കാം. പൈശാചികമായ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവശക്തിയുള്ള ദൈവത്തിന്റെ മക്കൾ ജയിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. വചനം പറയുന്നു, ഇസ്രായേലിന് ആഭിചാരം ഫലിക്കയില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവുള്ള, ദൈവത്തിൻ്റെ ശക്തിയുള്ള ദൈവ പൈതലിന്റെ മേൽ പൈശാചിന്റെ ആത്മാവ് ജയമെടുക്കയില്ല. ഹല്ലേലൂയ. മന്ത്രവാദം പോലുള്ളത് എന്താണ്? അത് പിശാചിന്റെ ശക്തിയാൽ വരുന്ന കാര്യങ്ങളാണ്. ആ പൈശാചിക ശക്തി ആരെ അറ്റാക്ക് ചെയ്യും? ദൈവത്തിന്റെ ആത്മാവില്ലാത്തവരെ അറ്റാക്ക് ചെയ്യും. ദൈവത്തിന്റെ ശക്തി ഇല്ലാത്തവരെ അറ്റാക്ക് ചെയ്യും. വചനം പറയുന്നു, ഇസ്രായേലിന് ആഭിചാരം ഫലിക്കയില്ല. ഫലിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ ആത്മാവില്ല, ഇസ്രായേൽ അല്ല, ദൈവത്തിന്റെ ശക്തിയില്ല, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല.
അപ്പോൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനുള്ള, ശക്തിയുള്ള, തേജസ്സുള്ള, ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവപുത്രന്മാരായി ദൈവത്തിൻ്റെ മക്കൾ ശോഭിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ വളർന്ന് വളർന്ന് വളർന്നു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തുതിക്കും തോറും നമ്മിൽ ശക്തി വർദ്ധിക്കും, തേജസ് വർദ്ധിക്കും. ആരാധിക്കും തോറും ശക്തി വർദ്ധിക്കും. വചനങ്ങൾ അനുസരിക്കും തോറും ശക്തി വർദ്ധിക്കും. നമ്മുടെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ പവർ, ഒരു ആത്മശക്തി വർദ്ധിപ്പിക്കണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. റോമർ 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചു, തേജസ്സിന്റെ മേൽ തേജസ്, ഗ്ലോറി ടു ഗ്ലോറി, തേജസ്സിന്റെ മേൽ തേജസ്. ഇപ്പോഴുള്ള തേജസ് പോരാ, ഇതിലധികം തേജസ് വേണം. ഇപ്പോഴുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി പോരാ, ഇതിലധികം ശക്തി വേണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു സ്പിരിച്വൽ പേഴ്സണ്, ഒരു ആത്മ മനുഷ്യന്, ഒരു ആത്മീകന് ദൈവത്തിന്റെ ശക്തി പ്രാപിപ്പാൻ കഴിയും. ജഡീകന്, ലൗകികന് ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ വരില്ല. ദൈവത്തിന്റെ ശക്തി അവർക്ക് പ്രാപിപ്പാൻ കഴിയില്ല. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ ശക്തി പ്രാപിക്കുവാൻ പല കാര്യങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥിക്കണം, ആരാധിക്കണം, സ്തുതിക്കണം, കൂട്ടായ്മ വേണം, പല കാര്യങ്ങൾ വേണം.